നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം UDFന് അത്യാഹ്ലാദം ചെയ്യാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ. കാരണം ഏകദേശം വി പ്രകാശിന് ലഭിച്ച വോട്ടിനേക്കാൾ 1000 വോട്ട് കുറവാണ് ഇപ്പോൾ ഷൗക്കത്തിന് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം വോട്ടർമാരുടെ എണ്ണം 3000-ഓളം കൂടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായി വിലയിരുത്തി കഴിഞ്ഞാൽ ഒരു നേട്ടമൊന്നും UDFന് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സ്വരാജ് നേടിയ വോട്ട് അൻവർ നേടുകയായിരുന്നെങ്കിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തിന് വകയുണ്ടായിരുന്നു. എന്നാൽ അൻവർ നേടിയത് വെറും 20,000 മാത്രം വോട്ടാണ് നേടിയത്. കാരണം അതിൽ കുറച്ച് പൊഴിഞ്ഞുപോക്ക് LDFിൽ നിന്നുള്ള കുറച്ച് വോട്ടുകൾ കൂടി ഉണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത് PV അൻവറാണ്. അത് LDFിൻ്റെ പിന്തുണയോടുകൂടി നടത്തിയതാണ്. അപ്പോൾ LDFിൻ്റെ പിന്തുണയോടുകൂടിയുള്ള വോട്ടുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ, അവശേഷിക്കുന്ന ചില വോട്ടുകൾ മാത്രമാണ് അൻവറിന് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്നതാണ് വസ്തുത. ഒരുപക്ഷെ സ്വരാജ് നേടിയത്രയും വോട്ട് അദ്ദേഹം നേടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അൻവറിന് അഭിമാനിക്കാനുമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വോട്ടാണ് അദ്ദേഹം നേടിയത്. പക്ഷേ ആ രീതിയിലുള്ള ഒരു അഭിമാനത്തിനും അൻവറിനും വകയില്ല, മറ്റാർക്കും ഷൗക്കത്തിനും വലിയ വകയൊന്നുമില്ല. പിന്നെ വെറുതെ ഒന്ന് അഭിമാനിക്കാൻ വേണ്ടി പറയാം എന്ന് മാത്രം. കാരണം മുൻ നിരീക്ഷണത്തിൽ തന്നെ പലർക്കും അറിയുന്നത് പോലെ തന്നെ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിട്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നും LDFിൽ CPMനുള്ളത്. CPMനൊപ്പം സഞ്ചരിക്കുന്ന ഒരേ ഒരാൾ KT ജലീൽ മാത്രമാണ്. ബാക്കി ആരും തന്നെ LDFിലേക്ക് വന്നു പോയി ആ രീതിയിലായിരിക്കും. വികസന പ്രവർത്തനത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ ഭരണതലത്തെ പറ്റിയുള്ള വിലയിരുത്തലൊന്നും ആയിരിക്കില്ല ഒരിക്കലും അവിടെ നടന്നിട്ടുണ്ടാവുക. കാരണം മുൻപ് VS തരംഗമുണ്ടായ സമയത്ത് തന്നെ ഏകദേശം 18,000-ഓളം വോട്ടുകൾ അധികം നേടിയാണ് ആര്യാടൻ മുഹമ്മദ് ലീഗിനെ ഏറ്റവും വലിയ വിമർശിച്ച് നടത്തിയിട്ടുള്ളതാണ് ആര്യാടൻ മുഹമ്മദ്. കാരണം 10-31 വർഷത്തോളം ആര്യാടൻ മുഹമ്മദ് അവിടെ ഭരിച്ചിട്ട് വന്യമൃഗ ശല്യമോ മറ്റ് കേന്ദ്രത്തിൽ ഭരണം കോൺഗ്രസിനുണ്ടായിട്ട് പോലും ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അത് അവിടുത്തെ മണ്ഡലത്തെ സംബന്ധിച്ച് കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കൃത്യമായ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഭരണവിരുദ്ധ വികാരം അളക്കാൻ പറ്റിയ ഒരു മണ്ഡലമല്ല നിലമ്പൂർ മണ്ഡലം എന്നത്. പിന്നെ മത്സര സമയത്ത് ആ രീതിയിലുള്ള സംസാരങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവാം. അത് അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ തന്നെയാണ് മത്സരത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ പ്രാഥമിക ദൗത്യം കൂടിയാണ്. പക്ഷേ ആ മണ്ഡലത്തിൽ UDF ചെയ്തിരിക്കുന്നത് വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയമാണ്. കാരണം മതരാഷ്ട്രവാദത്തെയും മതപ്രസ്ഥാനത്തെയും കൃത്യമായി കൂട്ടുപിടിച്ച് മുമ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയ കലാപരിപാടിയാണ്. അന്ന് രഹസ്യമായിരുന്നു, ഇന്നത് ഏറ്റവും നല്ല പരസ്യമാക്കി തന്നെ അത് ചെയ്തിരിക്കുന്നു എന്നത് വളരെ വളരെയധികം ദോഷം ചെയ്യുന്നതാണ് സതീശൻ കൊടുത്തിരിക്കുന്ന ക്ലീൻ സർട്ടിഫിക്കറ്റ് എന്ന്. മതപ്രസ്ഥാനങ്ങൾക്കും മതരാഷ്ട്രവാദികൾക്കും കൊടുത്തിരിക്കുന്ന സതീശൻ കൊടുത്തിരിക്കുന്ന ക്ലീൻ ചിറ്റ് വളരെയധികം ദോഷം ചെയ്യും. അത് UDFനെ തന്നെ ബാധിക്കും കൃത്യമായിട്ട്. അത് ഇപ്പോൾ ആയിരിക്കില്ല, ഒരുപക്ഷെ ഒരു താൽക്കാലിക വിജയത്തിന് വേണ്ടി സതീശനത് ഉപയോഗപ്പെടുത്താൻ പറ്റിയേക്കാം. പക്ഷേ ഇടതുൽ കോൺഗ്രസിൻ്റെ അത്തമനത്തിനായിരിക്കും ചെന്ന് കലാശിക്കുക എന്നുള്ളതാണ് വസ്തുത. കേരളം മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് സതീശൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളത്തിൽ അഗ്നി പടർത്തുക എന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഗവർണർ എന്ന് പറഞ്ഞാൽ രാജഭവനാണ് അദ്ദേഹത്തിൻ്റെ വസതി. അതൊരു രാഷ്ട്രീയ ഭവനാക്കി മാറ്റുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു RS ഫാക്ടറിയിൽ നിന്ന് വന്ന ഉൽപ്പന്നമാണ്. കാരണം ഇന്ത്യ ഭരിക്കുന്നത് തന്നെ താമര ചിഹ്നം ഉപയോഗിച്ച കുറച്ച് RSകാരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചാനലിലൂടെ പലപ്പോഴും വിമർശിക്കുന്ന RSSനെ മാത്രമേ RSS എന്ന പേരെടുത്താണ് BJP എന്ന വാക്കുപോലും ഞാൻ പലപ്പോഴും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം വിമർശിച്ചിട്ട് കാര്യമില്ല. കാരണം RSS ഫാക്ടറിയിൽ നിന്ന് വരുന്നവരിൽ നിന്നും നമ്മൾ എപ്പോഴും ആ രാഷ്ട്രീയം മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. കാരണം ഇന്ത്യയിൽ 2 തവണ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണത്. ആ സംഘടനയ്ക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് അങ്ങനെ ഒരു ഫാക്ടറിയിൽ നിന്ന് വരുന്ന ആളിൽ നിന്നും
ഇത്രയേ പ്രതീക്ഷിക്കാനുള്ളൂ. ഇത് തന്നെ തുടരുക തന്നെ ചെയ്യും അവർ ആരായാലും. അതിന് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടി പ്രതിരോധിക്കുക തന്നെയാണ് മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി ചെയ്യേണ്ടത്. അല്ലാതെ രാജ്ഭവനെ രാഷ്ട്രീയ ഭവനാക്കി മാറ്റാൻ ഒരിക്കലും വിട്ടുകൊടുക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ ചില പുഴുക്കുത്തുകളുണ്ട്, അതില്ല എന്നൊന്നും പറയുന്നില്ല. ചില ബിസിനസ് താല്പര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അത് വസ്തുതയാണ്. പക്ഷേ എങ്കിലും അത് ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മന്ത്രിയുടെ തകരാറ് കൊണ്ടല്ല അത് സംഭവിക്കുന്നത് ഒരിക്കലും. കാരണം മന്ത്രി വളരെ കൃത്യതയോടെ വളരെ ധീരമായ ചില നടപടികൾ ആരോഗ്യവകുപ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആധുനിക വൈദ്യശാസ്ത്രം എപ്പോഴും ഒരുപാട് മുന്നിൽ ബ്രൈറ്റ് ചെയ്യപ്പെടുന്നതും മറ്റ് വൈദ്യശാസ്ത്രങ്ങൾ ആയുർവേദമായാലും ഹോമിയോപ്പതിയായാലും പിന്നിലേക്ക് മറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതിനും കൂടി എല്ലാ ചികിത്സാ വിഭാഗങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുവാൻ വേണ്ടി കൃത്യമായി ആരോഗ്യമന്ത്രി ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ചില നടപടികളാണ് ആരോഗ്യവകുപ്പിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രിയെ കുറ്റം പറയുകയോ വകുപ്പിൻ്റെ പ്രശ്നങ്ങളാണെന്ന് ഒന്നും വരുത്തിയിരിക്കേണ്ട ആവശ്യവുമില്ല. ഒരുപക്ഷെ ആരോഗ്യമന്ത്രി എടുക്കുന്ന ചില ധീരമായ നടപടികൾക്ക് കൃത്യമായിട്ട് കുറച്ച് കാലങ്ങൾ എടുത്തിട്ടായിരിക്കും ഒരുപക്ഷെ അതിൻ്റെ റിസൾട്ട് കൃത്യമായി വരിക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ആ വകുപ്പ് മൊത്തം പ്രശ്നമായി അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായതൊന്നും ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല. ആരോഗ്യമന്ത്രിക്ക് കൃത്യതയോടെ ആ വകുപ്പായി കൃത്യതയോടെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്ന കാര്യമേ ഉള്ളൂ. ഏറ്റവും നല്ല അടിസ്ഥാന വികസനങ്ങൾ ആരോഗ്യമേഖലയിൽ കൃത്യമായി നടക്കുന്നുമുണ്ട്. അത് ചികിത്സയുടെ കാര്യത്തിലായാലും മറ്റ് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലായാലും ഏറ്റവും നന്നായി വർക്കൗട്ടാകാൻ കേരളത്തിന് സാധിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അതിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ആർക്കൊക്കെ എവിടെ നിന്നും എന്തൊക്കെ വിളിച്ചു പറയാമെന്നുള്ളത്, അത് വിളിച്ചു പറയുന്നവർ വഷളാവും എന്നുള്ളതാണ്. മറ്റൊന്നും അവിടെ സംഭവിക്കാനില്ല. ഇത്രയുമാണ് ഈ ഭാഗത്ത് പറയാനുള്ളത്.